بسم الله الرحمن الرحيم ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون متاع قليل ولهم عذاب أليم وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കടുത്ത വിരോധികളായ യഹൂദികളും മജൂസികളും മറ്റും അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ നടത്തുന്ന ഗൂഢമായ പദ്ധതികളെ സംബന്ധിച്ച്, അതിൻ്റെ വക്താക്കളെ സംബന്ധിച്ച്, അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പ്രചാരകരാകുന്നവരെ സംബന്ധിച്ച് സമുദായത്തിന് മുന്നറിയിപ്പ് നൽകുന്ന നമ്മുടെ പ്രഭാഷണം 8ാം ഖണ്ഡനം ഇന്ന് 2ാം ദിവസമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ
സംസാരിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരെല്ലാം ശ്രമിക്കുന്നുണ്ടോ, അവരുടെ ശ്രമങ്ങളിൽ ആരെല്ലാം പെട്ടുപോകുന്നുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കുകയും ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. ഇസ്ലാമിനെ ആശയപരമായി തകർക്കാൻ ലോകത്ത് ഒരു മുസ്ലിം വിരോധിക്കും സാധ്യമല്ല. അത്രയും കെട്ടുറപ്പുള്ളതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ. മുസ്ലിമിനും അമുസ്ലിമിനും, മതമുള്ളവരും ഇല്ലാത്തവരും ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിഷയം മനുഷ്യനന്മക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരിപൂർണമായി പഠിപ്പിച്ചു. അവിടുത്തെ സഹാബത്ത് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടു. ആ സഹാബത്ത് ലോകമെമ്പാടും ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. അവർ അതിനുവേണ്ടി നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ പടുകൂറ്റൻ തിരമാലകളിലൂടെ ചെറിയ പായക്കപ്പലിൽ കയറി, ആധുനിക സജ്ജീകരണങ്ങളും യന്ത്രങ്ങളും ഇല്ലാത്ത കാലത്ത് ചെറിയ തിരിവിളക്ക് കത്തിച്ചു വെച്ച് കടലിലൂടെ അവർ യാത്ര ചെയ്തു. ഒരു ഒറ്റ അനുകൂലിയും ഇല്ലാത്ത ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. ഈ രാജ്യത്തുള്ള ഹൈന്ദവർ, ക്രൈസ്തവർ, അങ്ങനെയുള്ള മതക്കാർ ആ വന്ന മഹാന്മാരുടെ ആത്മീയ ചൈതന്യവും അവരുടെ മഹത്വവും മനസ്സിലാക്കി അവർ ഇസ്ലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും വളരെ ചെറിയ ആളുകൾ, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ വന്നതെങ്കിലും അവർക്കിവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ ഈ രാജ്യത്തുള്ള എല്ലാ മതക്കാരും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മുൻഗാമികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് സ്വമേധയാ ഇസ്ലാമിന്റെ പവിത്രതയും മഹത്വവും മനസ്സിലാക്കി കടന്നുവന്നു. ആ വന്ന മഹാന്മാർ ഇവിടെ കൊടുങ്ങല്ലൂരിലും കാസർഗോഡ് തളങ്കരയിലും തലശ്ശേരി ധർമ്മടത്തും കൊയിലാണ്ടി കൊല്ലത്തും കണ്ണൂർ ശ്രീകണ്ഠപുരത്തും അങ്ങനെ തുടങ്ങി 10ഓളം സ്ഥലങ്ങളിൽ അവർ പള്ളി നിർമ്മിച്ചു. അവർ ഇവിടെ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നടപ്പാക്കി കാണിച്ചു തന്നു. അന്നു മുതൽ ഇന്ന് വരെ ആ പള്ളികളിൽ അല്ലാഹുവിന്റെ ദീൻ പരിപൂർണമായി നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ മാത്രം ഇടക്ക് കുറച്ച് ദിവസം നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയായ ജുമാ നിസ്കാരത്തിന്റെ നിബന്ധനയായ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതാൻ കമ്മിറ്റിയിലെ പുത്തൻവാദികൾ പരിപാടി സംഘടിപ്പിച്ചു. എങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, എന്റെ ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ അവിടെ പോയി ഖുതുബ പരിഭാഷയെ സംബന്ധിച്ച് വ്യക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചു. അങ്ങനെ കുറഞ്ഞ ദിവസം
മലയാളത്തിൽ നടന്ന ഖുത്ബ അൽഹംദുലില്ലാഹ് വീണ്ടും അറബി ഭാഷയിലേക്ക് തന്നെ കൊടുങ്ങല്ലൂരിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളിയിൽ തിരിച്ചു വന്നു. ഇപ്പോൾ അറബിയിൽ തന്നെ ഖുത്ബ നിർവഹിക്കുകയാണ്. ഇത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചതാണ്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. എവിടെയെങ്കിലും ബിദ്അത്ത്, അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ആശയം കടന്നു വരുമ്പോൾ അതിനെ പ്രമാണത്തിന്റെ പിൻബലത്തോടെ നേരിടണം എന്നത്. എന്നോട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മുജാഹിദുകൾ പറയുന്നു പേരോട് പ്രസംഗിച്ചാൽ അവിടെ ഞങ്ങൾ വളരും. ഞാനതിൻ്റെ മറുപടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുജാഹിദ് സ്റ്റേജിലൊക്കെ എന്നെ അവർ ക്ഷണിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് അവരല്ലേ സ്റ്റേജ് ഒരുക്കി തരേണ്ടത്? എന്നാൽ കൊടുങ്ങല്ലൂരിൽ പോയി ചോദിക്കൂ, ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ പള്ളിയിൽ നിങ്ങൾ ഖുത്ബ പരിഭാഷ നടപ്പാക്കിയില്ലേ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. അവിടെ അറബിയിൽ തന്നെ ഖുത്ബ ഓതുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തന്നില്ലേ? ഞാനത് അഹങ്കാരമായി പറയുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പിന് ചിലപ്പോൾ നിബ്ബാണ് എഴുതുന്നത് എന്ന് തോന്നും. നിബ്ബല്ല, അതിന്റെ പിന്നിൽ പേനയുണ്ട്, പേനയുടെ പിന്നിൽ കൈയുണ്ട്, കൈയിന്റെ പിന്നിൽ മനുഷ്യനുണ്ട്, മനുഷ്യന്റെ പിന്നിൽ അള്ളാഹു ഉണ്ട്. അത് അള്ളാഹുവാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ അതിന് ഫലമുണ്ടാവുകയില്ലെന്ന് വല്ലവരും പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് ലോകം മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇവിടെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന മൗലവി, ഈ നാദാപുരത്ത് കഴിഞ്ഞുപോയ മർഹൂം കീഴന ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അതുപോലെ തർക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അങ്ങനെ തുടങ്ങിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവർ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ ആരാണ് നിസ്കരിക്കാൻ വന്നത്, എങ്ങനെയാണ് ഖുത്ബ നിർവഹിച്ചത്, എങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിന്റെ ആചാരം നടന്നത്, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മരിച്ചാൽ എന്തെല്ലാം ആചാരങ്ങളാണ് നടന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മരിച്ചാൽ ഖബറിനടുക്കൽ തൽഖീൻ ചൊല്ലിയിട്ടുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഖുത്ബ അറബിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്, പള്ളിയിൽ മൗലിദും റാത്തീബും ഒക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ മരിച്ച വീട്ടിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖബറിനടുക്കൽ ഖുർആൻ ഓതി ദുആ നടന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി കല്യാണ വീട്ടിൽ നിക്കാഹിന്റെ ശേഷം ഫാത്തിഹ ഓതി ദുആ നടന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ ആചാരങ്ങളും ആ വിവരമുള്ള മഹാന്മാർ ഇവിടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അവർക്കൊന്നും അറിയാത്ത ഒരു പുതിയ അറിവ്, ഒരു വലിയ അറിവ് എവിടുന്നോ കിട്ടിയതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി നീണ്ട നാക്കടിക്കുകയാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ അത്തരത്തിൽ നാവ് നീളമുള്ള ചിലർ സ്വഹാബത്തിനെ മുശ്രിക്കീങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന്നും തുടരുന്നു. ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ എതിരാളികൾ അവരുടെ പ്രവർത്തനങ്ങൾ തുടരും. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇത് അല്ലാഹു തആല വെച്ച ഒരു സംവിധാനമാണ്. യഹൂദികൾ അവരുടെ ആശയം അല്ലാഹുവിന്റെ ദീൻ പൊളിക്കലാണ്, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണ്,
മദീനയിൽ ഔസ് ഖസ്റജ് എന്ന പേരിൽ രണ്ട് ചേരിയായി ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ടുള്ള യുദ്ധങ്ങളും നടന്നിരുന്നു. അന്നത്തെ കാലത്ത് നടന്ന യുദ്ധങ്ങളും അന്ന് പരസ്പരം ആക്ഷേപിച്ച് സംസാരിച്ച സംസാരങ്ങളും പാട്ടുകളും സഹാബത്തിന്റെ ഇടയിൽ വീണ്ടും ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി യഹൂദികൾ എടുത്തിട്ടിരുന്നു. ആ സമയത്ത് കൂടുതൽ ചിന്ത വരാത്ത ചിലർ പഴയ കാലത്തുള്ള ആ ഗ്രൂപ്പ് വഴക്ക് ഓർമ്മിച്ച് പരസ്പരം ഭിന്നിക്കാൻ നോക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണം. എല്ലാവരും ഒരാശയത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. കയർ എന്നാണ് അവിടെ അർത്ഥം വരുന്ന വാചകമാണ് ഖുർആൻ പറഞ്ഞത്. കയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടിത്തന്ന ദീനാകുന്ന കയർ, അത് സഹാബത്തൊന്നടങ്കം അത് മുറുകെ പിടിക്കണം. അതിന്റെ തല അതിന്റെ ശേഷമുള്ളവർ പിടിക്കണം. അതേ കയറിന്റെ തല മുറിഞ്ഞു പോകാതെ ഖിയാമത്ത് നാൾ വരെ പിടിച്ചു വരണം. അതാണ് സനദ്, അതാണ് പരമ്പര, അതാണ് പാരമ്പര്യം. അത് വിട്ടാൽ വലാ തഫറഖൂ, നിങ്ങൾ ഈ കയർ വിട്ടുപോകരുത്. കയർ വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ബന്ധമില്ല, കണക്ഷനില്ല. ഇത് തകർക്കാനാണ് യഹൂദികളുടെ ശ്രമം. അതിന് യഹൂദികൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അവര് ജനങ്ങളോട് പറയും, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിക്കണം, നിങ്ങൾ യോജിച്ചതെന്ന് ആ പാരമ്പര്യത്തിൽ ജീവിക്കണം എന്നതിന് പകരം നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ്, കാഫറാണെന്ന് പറഞ്ഞ ആദ്യത്തെ പുത്തൻവാദികളായ ഖവാരിജുകൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി പറയാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. പറയുന്ന വാക്ക് ശരിയാണ്, പക്ഷേ ഉദ്ദേശം അത് ദുരുദ്ദേശമാണ്. ഇതുപോലെ ഖുർആൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ ഖുർആൻ സ്വീകരിക്കാൻ പാടില്ല? അപ്പൊ പറഞ്ഞ വാചകം ശരിയാണ്, പക്ഷേ ഉദ്ദേശം അല്ലാഹുവിന്റെ ദീൻ തകർക്കലാണ്. അത് യഹൂദികളുടെ പദ്ധതിയാണ്. വഇന്ന മിൻഹും ലഫരീഖൻ യൽഊന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളതാണെന്ന് നിങ്ങൾ ധരിക്കാൻ വേണ്ടി അവരതാ അല്ലാഹുവിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ച് സംസാരിക്കും. വമാ ഹുവ മിനൽ കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ അവർ അവതരിപ്പിക്കുന്ന ആശയം അത് പടച്ച റബ്ബിന്റെ ഗ്രന്ഥമല്ല. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിയമമാണ്, ഗ്രന്ഥമാണെന്നവർ പറയും. വമാ ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് വന്ന ആശയമേ അല്ല, പടച്ചവന്റെ ഗ്രന്ഥമല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഗ്രന്ഥത്തിന്റെ പേരിൽ അവർ കള്ളം പറയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കും, പക്ഷേ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളതും അവർ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇത് യഹൂദികളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയും.
ഈ കക്ഷികളെ അനുസരിച്ചാൽ പിഴച്ചു പോകും. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ആണ് അവർ വിളിക്കുക നാവ് കൊണ്ട്. പക്ഷേ ഉദ്ദേശം ദുരുദ്ദേശമാണ്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇൻ തുതീഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ്, ആ ഗ്രന്ഥം നൽകപ്പെട്ടിട്ട് ആ ഗ്രന്ഥം തിരിമറി നടത്തുന്ന കക്ഷികൾ, ആ കക്ഷികളെ നിങ്ങൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ യറുദ്ദൂകും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകും കാഫിരീൻ, അവിശ്വാസികളായി തിരിച്ചു കൊണ്ടുപോകും. നിങ്ങൾ ആദ്യം മുഅ്മിനീങ്ങളാണ്, പിന്നെ നിങ്ങളെ ഈമാൻ നശിച്ച് നിങ്ങൾ കുഫറിലേക്ക് നീങ്ങുന്നു. അത് ഈ ജൂതന്മാരെ പദ്ധതിയാണെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വന്ന മൗലവി എന്താ പറഞ്ഞത്? ഖുർആനിലേക്ക് ക്ഷണിച്ചാൽ മോമിനാണോ മുസ്ലിമാണോ അവരെല്ലാ ഇമാമിങ്ങളെയും വലിച്ചെറിഞ്ഞ് ഖുർആനിലേക്ക് പോകണമെന്നാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും തോന്നും, ഖുർആനല്ലേ ഇമാമിനേക്കാൾ വലുത്. ഓ മുസ്ലിമീങ്ങളെ, ദുരുദ്ദേശത്തിന്റെ വാക്കാണത്. യഥാർത്ഥത്തിൽ ഖുർആൻ അറിയുന്നത് ഇമാമിങ്ങൾക്കാണ്. അവര് പഠിപ്പിച്ചതാണ് ഖുർആനിന്റെ ആശയം. അത് വിട്ടിട്ട് ആരെങ്കിലും ഒരാൾ ഖുർആനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ നമ്മൾ ഇമാമിങ്ങളെ വിട്ട് അവരുടെ പിന്നാലെ പോയാൽ അവസാനം ഇസ്ലാമെന്ന് പുറത്താണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കതിന്റെ തെളിവുകൾ ഓരോന്നോരോന്ന് കാണിക്കുകയാണ്. ഇതെന്താണ് സാധനം എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല തൊപ്പിയും തലപ്പാവും ധരിച്ച് താടിയുള്ളൊരു മനുഷ്യനതാ ഒരു പുസ്തകം വായിക്കുന്ന ഒരു ചിത്രം. ഇതിന്റെ പേരെന്താണ്? ബൈബിളിന്റെ പരിശുദ്ധി. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ബൈബിളിന്റെ പരിശുദ്ധി. ഇതാരാണ് എഴുതുന്നത്? എഴുതുന്നത് ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ പേരുള്ളവനല്ല. ഇത് എഴുതുന്നതാരാണ്? എഴുതുന്നത് സഹോദരന്മാരെ ഗയാസുദ്ദീനാണ്. ഗയാസുദ്ദീനാണ് ഇത് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗയാസുദ്ദീൻ എഴുതുന്ന ഈ ഗ്രന്ഥം ഇതിലെന്താ പറയുന്നത്? ഇതിന്റെ ചില വാചകങ്ങൾ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഖുർആനിലേക്ക് വരൂ എന്ന് പറയുമ്പോ ഇമാമിങ്ങളെയും മുൻഗാമികളെയും വലിച്ചെറിഞ്ഞ് അതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി പോയാൽ അവനതാ യഹൂദി മതത്തിലാണ്, നസ്രാനി മതത്തിലാണ്. സംശയം വേണ്ട. വായിക്കട്ടെ, കേട്ടോളൂ. വേദപുസ്തകത്തിന്റെ ആസ്തിക്യത്തെയും മൂല്യത്തെയും എടുത്തു പറയുന്ന ഖുർആനിലെ ഭാഗങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം. ഇതില് 11 പാരഗ്രാഫുകൾ. ഓരോ പാരഗ്രാഫിലും എത്രയോ ആയത്തുകൾ ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി 1-2 ഞാൻ വായിക്കാം, കേട്ടോളി. യഹൂദന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തിനെയും ഇഞ്ചീലിനെയും അനുസരിക്കണം. മറ്റ് മാർഗദർശനങ്ങളൊന്നും അവർക്കില്ല. 5:65-69 ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 65 മുതൽ 69 വരെ സൂക്തം പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ച് യഹൂദി ഇസ്ലാമിലേക്ക് വരേണ്ടതില്ലെന്നാണ് പോൽ. അതിനായത്തുദ്ധരിക്കാണ്. ക്രിസ്ത്യാനികൾ വിശുദ്ധ അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തിനെയും ഇഞ്ചീലിനെയും അനുസരിക്കണം. മറ്റ് മാർഗദർശനങ്ങളൊന്നും അവർക്കില്ല. തൗറാത്തും ഇഞ്ചീലും അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ അതാ ഈ കക്ഷികളെ കൈവശത്തിലുള്ളത്. മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് തിരിമറി നടത്തിയ ആശയങ്ങളല്ലേ.
ആ തൗറാത്തും ഇഞ്ചീലും തന്നെ അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അതാ വ്യക്തമായി ശരിയായ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട്. ആ നബി വന്നാൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്, നിങ്ങൾ തൗറാത്തും ഇഞ്ചീലും സ്വീകരിക്കണേ, കാരണം അതിൽ നബിയെ അംഗീകരിച്ച് നബി പറയും പോലെ നടക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗമൊക്കെ അങ്ങ് മൂടിവെച്ചിട്ട് അവരതാ തൗറാത്തും ഇഞ്ചീലുമല്ലാത്ത വേറെ ഒന്നും അവർക്ക് വേണ്ടതില്ല എന്നല്ലേ ഖുർആൻ ഉദ്ധരിച്ചിട്ട് ഇവരർത്ഥം വെച്ചിരിക്കുന്നത്. ഇനിയും കേട്ടോളൂ, ക്രിസ്ത്യാനികൾ വിശുദ്ധ ഗ്രന്ഥങ്ങളെ വായിക്കുന്നവരാണ്. 2:113, 121, 10:95. ഇനിയും കേട്ടോളൂ, ക്രിസ്ത്യാനികൾ ഇഞ്ചീലിനെ അനുസരിച്ച് വിധിക്കണം. 5:41, 49. ഇങ്ങനെ ഖുർആൻ സ്വീകരിക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് ബൈബിള് സ്വീകരിച്ചാൽ മതി എന്നതിന് ഖുർആനിൽ നിന്ന് ആയത്തുദ്ധരിക്കുന്നു. ആര്? മുസ്ലിമിന്റെ പേരുള്ള മനുഷ്യൻ. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഖുർആനിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്ഷണിക്കുന്നവന്റെ പിന്നാലെ ഇമാമിങ്ങളെയും മുൻഗാമികളെയും വലിച്ചെറിഞ്ഞ് അവൻ പറയുന്നതാണ് ഖുർആനിന്റെ ആശയമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആ പോകുന്ന സഹോദരന്മാരെ, ആ പോകുന്ന മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തല്ലേ. എന്നാൽ ഞാൻ കൊല്ലത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഈ അടുത്ത് ഞാൻ അവിടെ കേൾപ്പിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെലഫിക്ക് അയാൾ അവിടുന്ന് എന്താ ചെയ്തതെന്നറിയോ? തൗറാത്തും ഇഞ്ചീലും അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗം. ഞാൻ പറയട്ടെ, തൗറാത്തും അല്ലാഹു ഇറക്കിയതാണ്, ഇഞ്ചീലും അല്ലാഹു ഇറക്കിയതാണ്, സബൂറും അല്ലാഹു ഇറക്കിയതാണ്, ഫുർഖാനുൽ അദീമും അല്ലാഹു ഇറക്കിയതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിൽ കൈകടത്തലുകൾ നടക്കാതെ അല്ലാഹു പറയുന്നു, നമ്മൾ സംരക്ഷിക്കും. ആ സംരക്ഷണം എങ്ങനെയാണ്? ബൈബിൾ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരെ പോലെയല്ല, തൗറാത്ത് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരെ പോലെയല്ല. ഖുർആൻ അത് കൈമാറി വരുന്ന ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ ഇമാമുകൾ ആ തൗറാത്തും ഇഞ്ചീലും കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരെ പോലെ പണത്തിന് വേണ്ടി പടച്ചവന്റെ കലാം, അള്ളാഹുവിന്റെ ഖുർആൻ തിരിമറി നടത്തുന്ന വ്യക്തികളായിരിക്കൂല. അതുകൊണ്ട് റസൂലുള്ള മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അത് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ സത്യസന്ധന്മാരായിരിക്കും. അവർ ദുന്യാവിനെ വില കൽപ്പിച്ച് ഖുർആൻ തിരിമറി നടത്തൂല. മുസ്ലിം ഉമ്മത്തിൽ അങ്ങനൊരു കാര്യം നടക്കൂല. അതിലൂടെ അല്ലാഹു ഖുർആൻ സംരക്ഷിക്കും. ഈ സമുദായത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഖിയാമത്ത് നാൾ വരെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ വെളിവായി വിജയിക്കുന്നവരായി ഈ സമുദായത്തിൽ അതാ ഒരു വിഭാഗത്തെ അല്ലാഹു നിലനിർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ കക്ഷികൾ ആരാണ്? സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ഇമാം ബുഖാരി ആ കക്ഷികൾ ആരാണ് എന്നത് സഹീഹുൽ ബുഖാരിയിൽ അതാ പറയുന്നു. ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് യുഖാതിലൂൻ, ഹഖിന്റെ മേൽ നിന്നുകൊണ്ട് പടപൊരുതുന്നവരാണവര്. വഹും അഹ്ലുൽ ഇൽമി, അത് ഈ സമുദായത്തിലെ ആലിമീങ്ങളാണ്, സമുദായത്തിലെ ഇമാമീങ്ങളാണ്. അവരൊരിക്കലും തന്നെ പിഴച്ചു പോകൂല, പിഴവിന് കൂട്ടു നിൽക്കൂല. ആ ഇമാമീങ്ങൾ മുഖേനയാണ് ഖുർആനിന്റെ സംരക്ഷണം. എന്നാൽ അയാളെന്താ പറഞ്ഞത്? മൂപ്പര് പറയാണ്, തൗറാത്തും ഇഞ്ചീലുമൊക്കെ കൈകടത്തലുകൾ നടന്നുപോയി, ഖുർആനിൽ യാതൊരു കൈകടത്തലുകളും നടക്കുകയില്ല. അതിനെന്താ കാരണം? ഖുർആൻ അല്ലാഹു എല്ലാ കാലത്തുമുള്ള സംഗതികൾ അറിയുന്ന അല്ലാഹു ഇറക്കിയതാണ്. ഇപ്പൊ തൗറാത്തും ഇഞ്ചീലും ഇറക്കിയതാരാ? അത് സെൽഫിയ. തൗറാത്തും ഇഞ്ചീലും ഇറക്കിയത് അല്ലാഹ് തന്നെയല്ലേ. പക്ഷേ
തൗറാത്തും ഇഞ്ചീലും അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗം. ഞാനത് അവിടെ കേൾപ്പിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എന്താണ് അങ്ങനെ പറഞ്ഞാലുള്ള തകരാറ് എന്ന് ഞാൻ പറയണോ? നമ്മളിപ്പോ തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോ യഹൂദികളും ക്രിസ്ത്യാനികളും നമുക്ക് എടുത്തുകൊണ്ടുവരും ക്ലിപ്പ്. നമ്മളോട് പറയും, കണ്ടോ നിങ്ങളെ മുസ്ലിം പണ്ഡിതൻ അയാൾ എന്താ പറഞ്ഞത്? ഖുർആനിൽ കൈകടത്തലുകൾ നടക്കാതിരിക്കാൻ കാരണം ഖുർആൻ പടച്ചവനിറക്കിയതായതുകൊണ്ടാണ്. ഇപ്പൊ തൗറാത്തും ഇഞ്ചീലും പടച്ചവനിറക്കിയതല്ല എന്നല്ലേ നിങ്ങളെ ആശയം? അത് നിങ്ങളെ ഖുർആൻ എന്നെതിരല്ലേ എന്ന് ചോദിച്ചിട്ട് യഹൂദികൾ നമ്മളെ മുമ്പിൽ ഖുർആൻ കൊണ്ടുവരും. അപ്പോ മുസ്ലിംകൾക്ക് പഠിച്ചവനെ ആകെ ഞങ്ങളെല്ലാം കൂടി ഇതിൽ വിശ്വസിച്ച് പഠിച്ചോ എന്ന സംശയം വരും. ഈ സംശയം ഉണ്ടാക്കാൻ വേണ്ടി യഹൂദിനെ വളർത്താൻ വേണ്ടി പറയാണ്, യഹൂദികളെ വളർത്താൻ വേണ്ടി പറയാണ്. ഞാനതവിടെ അപ്പോൾ തന്നെ പോയി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ CD കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ഗ്രന്ഥത്തിന്റെ മുന്നിലൂടെയോ ഇതിന്റെ പിന്നിലൂടെയോ ഒരു ബാത്തിലും അതിൽ കടന്നുകൂടിയിട്ടില്ല. കാരണം എന്തെന്നല്ലേ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ സംബന്ധിച്ച് എല്ലാം അറിയാവുന്ന അർഹമുർ-റഹീമീനായ റബ്ബാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ആ പരമകാരുണികനായ എല്ലാ ഹിക്മത്തുകളും നിറഞ്ഞു നിൽക്കുന്ന, സർവരാലും സ്തുതിക്കപ്പെടുന്ന റബ്ബിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. ഇപ്പൊ കാരണം മനസ്സിലായില്ലേ? ഭൂതകാല വർത്തമാനം അറിയുന്ന റബ്ബിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. അതുകൊണ്ടാ ഖുർആനിൽ ബാത്തിൽ കിടക്കാത്തത്. മൗലവി ആ ഖുർആന് പഠിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസലത് തൗറാത വൽ ഇൻജീൽ മിൻ ഖബ്ലു ഹുദൽ ലിന്നാസി വഅൻസലൽ ഫുർഖാൻ. തൗറാത്ത് ഇറക്കിയത് ആരാ മൗലവി? ഇഞ്ചീൽ ഇറക്കിയത് ആരാ മൗലവി? ഭൂതകാല വർത്തമാനങ്ങൾ അറിയാത്ത പഠിച്ചവനാണോ? അല്ല മൗലവിയാണോ? അല്ലാഹു ഖുർആനിൽ പറയുന്നു, അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു തആല അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നും ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം എല്ലാം നോക്കി നടത്തി നിയന്ത്രിക്കുന്നവനാണ്, എല്ലാം കൊണ്ടും നിന്ന് വരുന്നവനാണ്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഓ നബിയേ, സത്യമായ വിധം അങ്ങേക്ക് ഖുർആൻ അല്ലാഹു ഇറക്കി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ആ ഖുർആനിന് മുമ്പുള്ള തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഒക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്ന വിധത്തിലാണ് ഖുർആൻ അല്ലാഹു അങ്ങേക്ക് ഇറക്കിയത്. വഅൻസലത് തൗറാത വൽ ഇൻജീൽ. തൗറാത്ത് ഇറക്കിയതും അല്ലാഹു തന്നെ, ഇൻജീൽ ഇറക്കിയതും അല്ലാഹു തന്നെ. മിൻ ഖബ്ലു ഹുദൽ ലിന്നാസ്. അത് ഖുർആനിന് മുമ്പായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു ഇറക്കിയതാണ്. വഅൻസലൽ ഫുർഖാൻ. ഫുർഖാനുൽ അദീം ഇറക്കിയതും അല്ലാഹു തന്നെ. നിങ്ങൾ പറഞ്ഞതോ ഈ ഖുർആനിൽ ബാത്തിൽ കടക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? മൂപ്പരൊരു പുതിയ കാരണം തേവലക്കര പാസാക്കാണ്. എന്താ കാരണം? ഭൂതകാല വർത്തമാനം അറിയുന്ന പടച്ചവനാണ് അത് അവതരിപ്പിച്ചത്. ചോദിക്കട്ടെ, തൗറാത്ത് ഇറക്കിയതും അല്ലാഹയല്ലേ? ഇൻജീൽ ഇറക്കിയതും അല്ലാഹയല്ലേ? സബൂർ ഇറക്കിയതും അല്ലാഹയല്ലേ? എന്നിട്ട് അതിലെല്ലാം കടത്തിക്കൂട്ടലുകൾ അതാ പലരും നടത്തിയില്ലേ? ഖുർആനിന് ബാത്തിൽ കടക്കാത്തതിന്റെ കാരണമായിട്ടാണോ? തൻസീലും മിൻ ഹകീമിൻ ഹമീദ് എന്നല്ല പറഞ്ഞത് അതിന്റെ കാരണമല്ല. ഖുർആൻ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലാതെ ബാത്തിൽ കടക്കാത്തതിന്റെ കാരണം അല്ലാഹു ഇറക്കിയത് കൊണ്ടാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ തൗറാത്ത് ഇറക്കിയതും അല്ലാഹയാണ്, ഇൻജീൽ ഇറക്കിയതും അല്ലാഹയാണ്, സബൂർ ഇറക്കിയതും അല്ലാഹയാണ്.
ഇമാമീങ്ങൾ മുഖേനയാണ് ഖുർആനിന്റെ സംരക്ഷണം. അതിലൊന്നാമത്തെ ഇമാമാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തന്നെ ഖുർആൻ 30 ജുസും പൂർണ്ണമായി എഴുതിയിട്ട് ക്രോഡീകരിച്ചു വെച്ചു. അത് വലിയ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, പുത്തൻവാദികൾ പറഞ്ഞു അബൂബക്കർ പിഴച്ചുപോയി, ഒന്നാമത്തെ ഇമാമ് തന്നെ പിഴച്ചുപോയി. ഏത് പുത്തൻവാദിയാ പറഞ്ഞത്? അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന പുത്തൻവാദി. മാസം കണ്ടാലെടുത്തൂടാ, കണക്ക് കൂട്ടണമെന്ന് പറയുന്ന പുത്തൻവാദി. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പുത്തൻവാദി. ഒരു ബുദ്ധിയുള്ള മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത വാദമുന്നയിക്കുന്ന പുത്തൻവാദി. ആദ്യമാവുമ്പോ അള്ള ഇറങ്ങും. ഇവിടെയും പ്രസംഗിച്ചാണോ നമ്മളെ സെൽഫി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. രാത്രി മുമ്പ് ഇറങ്ങും. അപ്പൊ ഇസ്ലാമിനെ തകർക്കാനുള്ള ഓരോരോ ആശയം പറയാ യഹൂദികൾക്ക് വേണ്ടിയാണ്. കാരണം രാത്രി അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും സദസ്സിൽ ഒരുപാട്. അവരെ മനസ്സിലൊക്കെ ഇസ്ലാമിനെ പറ്റി സംശയമായി, അള്ളാഹിനെ പറ്റി സംശയമായി. കാരണം അപ്പൊ അത് അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ സംശയം. അപ്പോ വിവരമുള്ള ബുദ്ധിയുള്ള കുട്ടികൾ സംശയമായി. അപ്പൊ അതിന് മറുപടി പറഞ്ഞു ഇന്ത്യയിൽ രാത്രിയാകുമ്പോ. അപ്പൊ അമേരിക്കക്കാർക്ക് അള്ളില്ലേ? അമേരിക്കക്കാരല്ലയോ? അപ്പൊ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ മിനിറ്റിലും രാത്രിയാകുന്നുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹ് ഇറങ്ങലല്ല കറങ്ങലായി. അള്ളാഹുത്തല ഇറങ്ങലല്ല പിന്നെ കറങ്ങലായി. ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ കൊണ്ടുവന്ന ആശയമാണ്. ഈ ആശയം പറഞ്ഞ കക്ഷികൾ അതാണ് റാഫിദുകൾ. ആ റാഫിദുകളുടെ അതേ ആശയം തന്നെ നാദാപുരത്ത് വന്നിട്ട് ഛർദിച്ചില്ലേ? ഓ മുസ്ലിമീങ്ങളെ, ബുദ്ധിയുള്ള മനുഷ്യന് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചില്ലേ? മൗലവിമാർ അൽബനറിൽ കുറിച്ചില്ലേ? ബുദ്ധിയുള്ള മനുഷ്യൻ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ യഹൂദികളുടെ ഗൂഢതന്ത്രമാണ് കേട്ടോ. അത് ഇവരുടെ നാവിലൂടെ പുറത്തു വരികയാണ്, ഇവരുടെ പേനയിലൂടെ പുറത്തു വരികയാണ്. എന്നിട്ട് മൗലവി പറഞ്ഞില്ലേ? ഒരു മൗലവി പറഞ്ഞു, അൽമനറിൽ പറഞ്ഞു, പടച്ചവന് വലത്തും ഇടത്തും കൈയുണ്ട്. മറ്റേ മൗലവി പറഞ്ഞു, അൽമനാറിൽ തന്നെയും പറഞ്ഞു, അതാ അള്ളാഹുവിന് വലത്ത് 2 കൈയാണ്, എടുത്ത് കൈയില്ല. അപ്പൊ ഇത് രണ്ടും എടുത്തു വെച്ച് യഹൂദി ചോദിക്കുകയാണ്, നിങ്ങളെ മുസ്ലിം പണ്ഡിതന്മാരെ, നിങ്ങളിൽ ഒരു കക്ഷി ഇതാ പടച്ചവന് 2 കൈ വലത്തും എടുത്തുകൊണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നീട് അതാ ഒന്നാണെന്ന്, അതേ വലത്ത് മാത്രമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അള്ളാഹ്ക്ക് മാറ്റമുണ്ടോ? ഇത് യഹൂദി ചോദിക്കാൻ വേണ്ടി എഴുതി വെക്കുകയാണ്, അൽമനാറിൽ പ്രസംഗിക്കുകയാണ് സെലഫി. അള്ളാഹുവിന് 2 കൈയുണ്ട്, അവന്റെ 2 കൈയും വലം കൈയാണ് പ്രസംഗിക്കുകയാണ് സലാഹി. ഞാനതൊക്കെ മുമ്പ് ചോദ്യം ചെയ്തത് മുസ്ലിമീങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനതൊക്കെ ക്ലിപ്പിട്ട് കേൾപ്പിച്ചതാണല്ലോ. അവന്റെ 2 കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ 2 കൈകളിലും ഷിമാലില്ല, ഇടതില്ല. കേട്ടില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഇടതില്ല, ഇടത് കൈയില്ല, വലത്ത് 2 കൈ. എന്നാ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് കളിക്കുന്ന കളിയാണിത്. ഇത് നിങ്ങളെ അൽമനാറാണ്. എപ്പോഴുള്ള അൽമനാറ്? ഏറ്റവും ലേറ്റസ്റ്റ് 2009 ജനുവരി. ഈ അൽമനാർ സ്ക്രീനിൽ അങ്ങ് വായിച്ചോ സഹോദരന്മാരെ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഇവര് പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ ഇവര് അൽമനാറിൽ പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയുണ്ട്, അതിൽ ഭൂമി ചുരുട്ടിപ്പിടിക്കും. സക്കരിയാ സലായി പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈ ഇല്ല. ഞങ്ങൾ അൽമനാറ് വിശ്വസിക്കണോ?
സക്കരിയാനെ വിശ്വസിക്കണോ അല്ലെങ്കിൽ രണ്ടും വലിച്ചെറിയണോ? പറയൂ മൗലവിമാരെ, നിങ്ങൾ അള്ളാനെ പറ്റിയാണ് ഈ കളിച്ചതാ? ഓ മുസ്ലിമീങ്ങളെ, യഹൂദികളെ കൂടെ തന്ത്രമാണ് കേട്ടോ. മൗലൈമാര് മുഖേന ഇസ്ലാം തകർക്കാനാണ്. ഒരു ബുദ്ധിയുള്ളവന്റെ മുന്നിലും നിലനിൽപ്പില്ലാത്തൊരു പ്രസ്ഥാനമായി ഈ ഇസ്ലാമിനെ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി മുസ്ലിം പണ്ഡിതന്മാർക്ക് അല്ലാഹ് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാൻ പറയട്ടെ, ഇതുകൊണ്ട് കഴിഞ്ഞോ മുസ്ലിമീങ്ങളെ? റാഫിദുകൾ എന്ന് പറയുന്ന ഈ കക്ഷികൾ വളരെ പിഴച്ച കക്ഷികളാണ്. അവർക്ക് ഏറ്റവും വിരോധം ഇമാമിങ്ങളോടാണ്. ഒന്നാമത്തെ ഇമാമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ മുഴുവനും 2 ചട്ടയുടെ ഉള്ളിൽ എഴുതി വെച്ചപ്പോ റാഫിദുകൾ പറഞ്ഞു, അബൂബക്കർ പിഴച്ചുപോയി. അതിനനുകൂലിച്ച ഉമറും പിഴച്ചുപോയി, സയ്യിദ് ഇബ്നു സാബിത്തും പിഴച്ചുപോയി, സഹാബത്ത് പിഴച്ചുപോയി. അവരെ വാദമാണ്. എന്താ കാരണം? കാരണം സലഫി പറയുന്ന അതേ കാരണം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് അവിടെ നിന്നിങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ആ നിലക്ക് കൃത്യമായി അംഗീകരിക്കപ്പെടുന്നവ മാത്രമാണ് ദീനായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. എന്നാ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഇത് പടച്ചറബിന്റെ ദീന് നശിപ്പിക്കാനുള്ള മൗലവിയുടെ കുതന്ത്രമാണ് കേട്ടോ. ആ കുതന്ത്രത്തിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. മൗലവി അത് തന്നെ അതാ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോളെ. മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാനും സമയം നഷ്ടപ്പെടുത്താനും തനിക്ക് കീശ നടക്കാനും ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ള സലാത്തുകളെ എതിർക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയല്ലേ എന്ന് ആലോചിക്കുക. നാരിയത്ത് സലാത്തിനെ എതിർക്കാൻ വേണ്ടി എഴുതിയതാ. അതിന്റെ ശേഷം പറയുന്ന വാചകം കേട്ടോളി. നമ്മുടെ കൽപ്പന ഇല്ലാത്ത വല്ല അമലും ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ എന്താ പഠിപ്പിച്ചത്? നമ്മളെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഇതും എന്തിനാ മൗലവി എഴുതിയത്? ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്ത ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്താണ് സംഗതി? ഖുർആൻ 30 എഴുതി വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടില്ല. കൽപ്പിച്ചിട്ടുണ്ടോ സലഫി? ഉണ്ടെങ്കിൽ ഹദീസ് കൊണ്ടുവാ. കൽപ്പിച്ച ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഇല്ല. നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ സലഫി? ഇല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഇല്ല. അപ്പോൾ അതാര് ചെയ്തു? ഒന്നാമത്തെ ഇമാമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖുൽ അക്ബറിനോട് തുടർന്ന് മുഴുവൻ സഹാബത്തും ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്ത് വേണോന്നാ പറഞ്ഞത്? തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ഒന്നാമത് എന്ത് തള്ളണം? അല്ലാഹുവിന്റെ ഖുർആൻ എഴുതി വെച്ചത് തള്ളണം. അവിടെ വെക്കൂ മൗലവി ഞങ്ങളെ മുസ്ഹഫ്. ഞങ്ങളെ മുസ്ഹഫ് അവിടെ വെച്ചിട്ട് പറയൂ, അതിനു മുമ്പ് മിണ്ടാൻ അവസരമില്ല. ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ കൊണ്ടുപോവാ, റിപ്പോർട്ട് കൊണ്ടുപോവാ. അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആൻ 30 എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞ റിപ്പോർട്ട് കൊണ്ടുവാ. അല്ലെ റസൂൽ ചെയ്ത റിപ്പോർട്ട് കൊണ്ടുവാ. നിങ്ങൾക്ക് റസൂൽ ചെയ്യുകയോ അല്ലെങ്കിൽ കൽപ്പിക്കുകയോ ചെയ്താലല്ലേ പറ്റുള്ളൂ, അല്ലാത്ത തള്ളണമെന്നല്ലേ? ഇത് നിങ്ങളെ മുൻഗാമികൾ ഛർദ്ദിച്ച വാദമാ. ആ മുൻഗാമി ആ റാഫിദിയാക്കൾ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന കക്ഷി, അത് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിയായ റാഫിദി. ഓ മുസ്ലിമീങ്ങളെ, എന്നാ ഹദീസിലുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിന് മൗലവി അർത്ഥം മാറ്റിയതാണ് കേട്ടോ. എന്താണ് ഹദീസിൽ വന്നത് നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. അത് ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ബാബു ഇദജ്തഹദൽ ആമിലു അബിൽ ഹാകിമു ഫഅഖ്താ ഖിലാഫർ റസൂലി മിൻ ഗൈരി ഇൽമിൻ ഫഹുക്മുഹു മർദൂദുൻ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഒരു വിവരവുമില്ലാത്ത മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന് എതിരായി
വല്ല വിധിയും പ്രഖ്യാപിക്കുകയോ വല്ല പ്രവർത്തനങ്ങളും നടത്തുകയോ ചെയ്താൽ അവൻ ചെയ്തത് പിഴവാണ്. ആ പിഴവ് തള്ളപ്പെടേണ്ടതാണ്, അവന്റെ വിധി തള്ളപ്പെടേണ്ടതാണ്. അതിന് തെളിവാണ് മൻ അമില അമലൻ, ആരെങ്കിലും വല്ല പ്രവൃത്തിയും ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, നമ്മളെ ഈ ദീൻ കാര്യം ആ അടിസ്ഥാനത്തിലല്ല, അവൻ ചെയ്ത അടിസ്ഥാനത്തിൽ ദീനില്ല, അവൻ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ചെയ്തതാണ്. ഫഹുവ റദ്ദുൻ, അവനെയും തള്ളേണ്ടതാണ്, അവൻ കൊണ്ടുവന്ന ആശയവും തള്ളേണ്ടതാണ്. ഇതാണ് വാസ്തവത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ അർത്ഥം. അത് മാറ്റിയിട്ട് മൗലവിമാരെന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല അമലും ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മളുടെ സലഫി അദ്ദേഹത്തിന്റെ സ്വന്തം പുസ്തകമായ മനഃശാന്തി പ്രാർത്ഥനയിലൂടെ ഹുസൈൻ സലഫി എഴുതിയ പുസ്തകത്തിന്റെ 149-ാമത്തെ പേജിൽ എഴുതുന്നു, ഇത് സിദ്ദീഖുൽ അക്ബറിനെ തള്ളാൻ വേണ്ടി എഴുതിയതാണ്, സഹാബത്തിനെ തള്ളാൻ വേണ്ടി എഴുതിയതാണ്. അല്ലെങ്കിൽ മൗലവി നാദാപുരത്തിന് വരുമ്പോ ഹദീസ് കൊണ്ടുവാ, റസൂലുള്ള കൽപ്പിച്ച ഹദീസ് കൊണ്ടുവാ, സനദോടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇനി മുസ്ലിമീങ്ങളെ, ഇനിയൊരു ചോദ്യം കൂടി. ഇയാൾ റസൂലുള്ളാഹിനെ പറ്റി എന്താ ഇപ്പൊ പറഞ്ഞ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും കൊണ്ടുവരണം റിപ്പോർട്ട്. അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുത്തുനബി എന്ന് പറഞ്ഞിട്ടുണ്ടോ? മുത്തുനബി എന്ന് പറയാൻ കൽപ്പിച്ചിട്ടുണ്ടോ? കൽപ്പിക്കാത്തൊരു വിശേഷണം റസൂലുള്ളാഹിക്ക് പറയാൻ എന്താണ് തെളിവ്? കൊണ്ടുവരൂ റിപ്പോർട്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്തൊക്കെ കുതന്ത്രങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിന് പോയിട്ട് വടക്കേ ഇന്ത്യയിൽ ചിലര് സുജൂദ് ചെയ്യുന്നു, കടുത്ത ഹറാം. അത് ഹറാമാണെന്ന് പഠിപ്പിക്കുന്നത് ഞങ്ങള് ഫതുൽ മുഈനിലുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. ഞാൻ വളരെ വ്യക്തമായി ഇടമുട്ടത്തെന്ന് പറഞ്ഞു, മൗലവി പെട്ടു, പിടിച്ചു, കള്ളത്തരം പറഞ്ഞു പിടിച്ചു, ഞാൻ മുമ്പ് കാണിച്ചതാണ്. എന്നാൽ മൗലവിമാരെ, ഖബറിന് സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് വരുത്തി തീർത്ത് നിങ്ങളല്ലേ? എന്താ പറഞ്ഞത്? എന്നാൽ മൗലവി, ഞങ്ങൾ ഖബറിന് സുജൂദ് ചെയ്യുന്നവരാണെന്ന് അറബികളെ പോയി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏതോ ജനങ്ങള് എവിടുന്നോ അതാ ഖബറിന്റെ മേലെയുള്ള തുണിയെടുത്ത് പൊത്തുന്നതും അതുപോലെ ചുംബിക്കുന്നതൊക്കെ സുജൂദ് പോലെയാക്കി കാണിച്ചിട്ട് നിങ്ങൾ ശിഹാബ് തങ്ങളെ വിദേശത്ത് കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഞാനതാ പറയാൻ പോകുന്നത്. ഓ മുസ്ലിമീങ്ങളെ, എന്നാൽ ഈ മൗലവിമാരോ പ്രസംഗത്തിൽ തന്നെ പറയാ. എന്ത് പ്രസംഗത്തിൽ പറയുന്നു? ഞാനൊരു ചിഹ്നം കാണുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഞാനൊരു മഖബറ കാണുന്നു. ആ മഖബറ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ഭയവികാരം, ഒരു പ്രത്യേകമായ തഖ്വ ഇങ്ങനെ കടന്നു വന്നു എന്ന് കരുതുക. ആ തഖ്വയുടെ പേരിൽ ഒരു ചേഷ്ടയും ഞാൻ നടത്തിയില്ല, തലകുനിച്ചില്ല, മഖബറയിലുള്ള ആളോട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അഭൗതികമായ ഒരു വികാരം, ആരാധനാപരമായ ഒരു ഭാവം, പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അതുമാത്രം മതി ഒരു കാര്യം ഇബാദത്താകാൻ. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സുജൂദ് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് പരസ്യമായി പ്രസംഗിച്ച് നിങ്ങളെ മൗലവിമാരല്ലേ? ഇനി ചോദിക്കട്ടെ, നിങ്ങൾ നവവി ഇമാമിനെ കാഫിറാക്കിയില്ലേ? ഗസാലി ഇമാമിനെ കാഫിറാക്കിയില്ലേ? എന്താ പ്രശ്നം? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇലാഹിൽ ഗസാലി ഇമാമിൽ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്ക പോകുമ്പോ വളരെ വിനയത്തോടെ പോകണം. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് മൗലവി അതാ അത് കാഫിറാകുന്ന പരിപാടിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോയിട്ട് നിൽക്കുമ്പോ എങ്ങനെ നിൽക്കണം അത് വിവരിച്ചുകൊണ്ട് പറയാണ്, വയഖഫു നാദിറൻ ഇലാ അസ്ഫലി മാ യസ്തഖ്ബിലുഹു മിൻ ജിദാരിൽ ഖബ്രി. ഖബറിന്റെ ചുമരിന്റെ അടുക്കൽ നിന്ന് അതിന്റെ താഴോട്ട് റസൂലുള്ളാഹി അടി കിടക്കിയല്ലേ, അതുകൊണ്ട് താഴോട്ട് നോക്കിയിട്ടാണ് നിൽക്കേണ്ടത്. എങ്ങനെ അവൻ എങ്ങനെയാ നിൽക്കേണ്ടത്? അവന്റെ കണ്ണ് ചിമ്മി
വ്യക്തിയോട് ഫീ മഖാമിൽ ഹൈബത്തി വൽ ഇജ്ലാലി റസൂലുള്ളാഹിനോടുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കണം. ഫാരിഗൽ ഖൽബി മിൻ അലായിഖിദ് ദുനിയാ ദുനിയാവിന്റെ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിച്ചു നിർത്തണം. മുസ്തഹ്ദിറൻ ഫീ ഖൽബിഹി ജലാലത മൗഖിഫിഹി വമൻസിലത മൻ ഹുവ ബിഹളറതിഹി ആരുടെ മുമ്പിലാ ഞാൻ പോയി നിൽക്കുന്നത്, എവിടെയാ ഞാൻ നിൽക്കുന്നത്, ആ ബഹുമാനാദരവോടെ നിൽക്കണം. സുമ്മ യുസല്ലിമു പിന്നെ നബി തങ്ങൾക്ക് സലാം പറയണം. വലാ യർഫഉ സൗതഹു ശബ്ദമുയർത്തി പറയരുത്. ബൽ യഖ്തസിദു അവനതാ കൂടുതൽ ഉയർത്താതെ ഒത്ത ശബ്ദത്തിൽ പറയണം. فيقول السلام عليك يا رسول الله السلام عليك يا نبي الله السلام عليك يا خيرة الله السلام عليك يا خير خلق الله السلام عليك يا حبيب الله السلام عليك يا نذير السلام عليك يا بشير السلام عليك يا طهر السلام عليك يا طاهر السلام عليك يا نبي الرحمة السلام عليك يا نبي الأمة السلام عليك يا أبا القاسم السلام عليك يا رسول رب العالمين السلام عليك يا سيد المرسلين وخاتم النبيين السلام عليك يا خير الخلائق أجمعين السلام عليك يا قائد الغر المهجلين السلام عليك وعلى آلك وأهل بيتك وأزواجك وذريتك وأصحابك أجمعين السلام عليك وعلى سائر الأنبياء وجميع عباد الله الصالحين جزاك الله يا رسول الله أن أفضل ما جزى نبيا ورسولا عن أمته وصلى الله عليك كلما ذكرك ذاكر وغفل عن ذكرك غافل أفضل وأكمل وأطيب ما صلى على أحد من الخلق أجمعين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أنك عبده ورسوله وخيرته من خلقه وأشهد أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده اللهم آته الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته وآته نهاية ما ينبغي يسأله السائلون اللهم صل على محمد عبدك ورسولك النبي الأمي وعلى آل محمد وأزواجه وذريته كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد النبي الأمي وعلى آل محمد وأزواجه وذريته كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇങ്ങനെ പറയണം, തലതാഴ്ത്തി പറയണം. ഇങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്താൽ അല്ലാത്തവർക്ക് ഇബാദത്താവൂന്ന് സക്കരിയ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ അവന്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ കൈകാലുകൾ അടക്കി വെച്ച് തല അല്പം താഴ്ത്തി കണ്ണു കൂട്ടി നിങ്ങൾ വളരെ അദബിൽ നിൽക്കണം. നിങ്ങൾ തിരുഹദറത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റസൂൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആകുന്ന ഉദ്ദേശവും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ഇബാദത്ത്. അഖ്സാറായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്തെ വലിയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്താൽ അല്ലാഹുവിന്റെ ഇബാദത്ത്. ഇവിടെ റസൂലിനെ കുറിച്ച് അഭൗതികമായ വിശ്വാസത്തോടു കൂടി റസൂൽ തന്നെ കാണുന്നു, റസൂൽ തന്നെ മനോഗതങ്ങൾ അറിയുന്നു എന്ന വിശ്വാസത്തോടു കൂടി റസൂൽ ഖബറിന്റെ അടുത്ത് നിന്ന് ഒരാൾ ഇപ്രകാരം ചെയ്താൽ അത് റസൂലുള്ളാഹിന്റെ ഇബാദത്താണെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? അപ്പൊ റസൂലുള്ളാഹിന്റെ ഇബാദത്താണ് പോലും. അപ്പൊ നവവി ഇമാമും ഗസാലി ഇമാമും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം റസൂലുള്ളാഹിക്ക് ഇബാദത്ത് എടുക്കണമെന്ന് പഠിപ്പിച്ചതാണോ മുസ്ലിമീങ്ങളെ? ഇമാമിങ്ങളെ മുഴുവനും അല്ലല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്ത അബൂജഹലിനെ പോലെയാണെന്ന് വരുത്തി തീർക്കുകയാണിവര്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മൗലവിമാരോടൊരു ചോദ്യം. നിങ്ങളെ നേതാക്കന്മാരുണ്ടല്ലോ, ഉമർ മൗലവി, ആ ഉമർ മൗലവിന്റെ ബുക്കല്ലേ ഇത്? ഈ ഉമർ മൗലവി ഇതിൽ പറയുന്നുണ്ട് എന്താ വേണ്ട, അഥവോ ഖബറിന്റെ അടുത്ത് എന്ന് അതവോടുകൂടി നിന്നിട്ട് പതുക്കെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുക. ഉമർ മൗലവിയും അല്ലല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കാൻ പറഞ്ഞോ മൗലവി? ചോദ്യം 2, അസ്സലാമു അലൈക യാ ഖലീഫത റസൂലില്ലാഹ് അബൂബക്കറിൻ വറഹ്മത്തുഹു വബറകാതുഹു എന്ന് പറയണം. അവിടെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? സിയാറത്ത് ഞാൻ എന്താ പറയേണ്ടത്? ആയിഷ ബീവി ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്ന് പറയാനല്ലേ? റസൂലുള്ളാഹി പറയാത്തൊരു വാചകം പറയാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ?
ചോദിക്കട്ടെ, നിങ്ങളെ ഇബ്നു ബാസ് എഴുതിയ ബുക്കില്ലേ, ആ ബുക്കിൽ അസ്സലാമു അലൈക യാ നബി അല്ലാഹ്, അസ്സലാമു അലൈക അലൈക ഖൈറത്തല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത റിസാല എന്ന് അവിടുന്ന് പറയണമെന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് കിട്ടാത്തത് നിങ്ങളെ കയ്യിലില്ല എന്നല്ലേ സലഫി പറഞ്ഞത്? അങ്ങനെ പറയാൻ റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഓ മൗലവി, ഖബറിലുള്ള സമയത്തും അതുപോലെ ജീവിതകാലത്തും റസൂലുള്ളാഹിന്റെ ബഹുമാനത്തിന് വ്യത്യാസമില്ലെന്ന് ഈ ബുക്കിലുണ്ടല്ലോ മൗലവിമാരെ. നിങ്ങൾ ഒട്ടാകെ ശിർക്കിലല്ലേ മൗലവിമാരെ? ആരാ നിങ്ങളെ കൂട്ടുന്ന ശിർക്കെന്ന് ഒഴിവായത്? ഞങ്ങളെ പേരിൽ ആരോപിച്ചാൽ മതിയോ? 100 ചോദ്യമുണ്ട്. ഇത് ടി.കെ. മുഹീദ്ദീൻ ഉമരി തിരൂരങ്ങാടിക്കാരൻ വിവർത്തനം ചെയ്തിട്ട് സൗജന്യ വിതരണമല്ലേ സൗദിയിൽ നിന്ന്? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൗലവിമാരെ? അതിലിടയ്ക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഖബറിന്ന് എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞു. ആര്? ഒരു വലിയ ഖബറിന്ന് എഴുന്നേറ്റ് വരൂന്നുണ്ട്. സുയൂത്തി ഇമാം പറഞ്ഞതാ ഔലിയാക്കൾ ചിലപ്പോ ഖബറിന്ന് എണീറ്റും വരൂന്ന്. അതുകൊണ്ട് മൗലവി അതിന് സനതുണ്ടോ? സനതില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു മൂസാ നബി അലൈഹി സലാം വന്നില്ലേ? അതിലിടയ്ക്ക് സുന്നി വോയിസിൽ ബുഖാരി ഇല്ലാത്തൊരു ഹദീസ് വന്നു. മൻ ഹജ്ജ വലം യസുർനി ഖദ് ജഫാനി എന്നൊരു ഹദീസ് വന്നു. അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പര് വെല്ലുവിളി. ഒരാൾ എഴുതുമ്പോ പെശക് പറ്റി, അത് പിറ്റേത്തെ സുന്നി വോയിസിൽ അത് തിരുത്തുകയും ചെയ്തു. ഒരു പെശക് പറ്റിയത് ബുഖാരിയിലല്ലാതെ വേറെ റിപ്പോർട്ടാണ്. പക്ഷെ സിയാറത്ത് റസൂലുള്ളാഹിന്റെ സിയാറത്തിനെ പറ്റിയാണത്. പക്ഷെ അത് എങ്ങനെ വിട്ടാൻ പറ്റൂല. അത് മാത്രം പറഞ്ഞാൽ പോരാ. എടുക്കാവൂ. ഉമരീന്റെ ബുക്ക് എടുക്ക്. പാച്ചക്കള്ള ബുഖാരിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവര്. പാച്ചക്കള്ള ബുഖാരി മുസ്ലിം ഇല്ലാത്ത ഹദീസ് ബുഖാരിയിൽ എടുക്കാറുണ്ട്. എടുക്ക്. ഈ ബുക്കിൽ ചോദിക്കുന്നത് ശരിക്കും കേട്ടോ, മറുപടി പറ മൗലവി. ഹജ്ജിന് മുമ്പോ പിമ്പോ മദീനയിലെ മസ്ജിദുൻ നബി സന്ദർശിക്കുന്നത് സുന്നത്താണ്. ഖുർആനിലുണ്ടോ മൗലവിമാരെ? ഹദീസിലുണ്ടോ മൗലവിമാരെ? ഞങ്ങൾക്കതിനൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞ തെളിവുണ്ട്. നിങ്ങൾ സഹിഹായ ഹദീസ് റിപ്പോർട്ട് വായിക്ക്, സനദ് വായിക്ക്, അല്ലേ ഖുർആനിലെ ആയത്ത് വായിക്ക്. ഹജ്ജിന് മുമ്പോ പിമ്പോ മദീനയിലെ മസ്ജിദുൻ നബി സന്ദർശിക്കുന്നത് സുന്നത്താണ്. തെളിവ് പറയുന്നത് കേട്ടോ. അബൂ ഹുറൈറയിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണത്. ആ ഹദീസ് ഒന്ന് വായിക്കൂ മുജാഹിദേ. ഹജ്ജിന് മുമ്പോ പിമ്പോ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യൽ, മസ്ജിദുൻ നബി സന്ദർശിക്കുന്നത് ആ സമയത്ത് സുന്നത്താണെന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് ഒന്ന് കാണിക്കൂ മൗലവിമാരെ. അതേ മുസ്ലിമിലെ ഹദീസ് ഒന്ന് കാണിക്കൂ. നിങ്ങളിവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിൽ ഹജ്ജിന് മുമ്പോ പിമ്പോ എന്നില്ല. അതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം. അതിനങ്ങനെ അർത്ഥമില്ല. നിങ്ങൾ എന്നറിഞ്ഞ അർത്ഥത്തിൽ അതില്ല. എന്റെ ഈ പള്ളിയിൽ വെച്ചുള്ള ഒരു നമസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റു പള്ളികളിൽ വെച്ചുള്ള 1000 നമസ്കാരത്തെക്കാൾ ഉത്തമമാണ്. ഹജ്ജിന് മുമ്പോ പിമ്പോ എന്നിവിടെ ഉണ്ടോ? നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ ബുഖാരിയുടെ പേരിൽ? പറയൂ മൗലവിമാരെ, മറുപടി തിരുത്തിയിട്ടില്ല. ഇബ്നു ബാസ് എഴുതി, നിങ്ങളെ കെ മൗലവിന്റെ മകനതാ പച്ച മലയാളത്തിൽ അർത്ഥവും വെച്ചു. പറയൂ മൗലവിമാരെ, ഇത് കരയുദ്ധമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതേ മഹാനായ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്, ശിഹാബ് തങ്ങളെ അറബികളെ മുന്നിൽ വഷളാക്കാനും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അതാ അറേബ്യയിൽ പോകുന്ന സമയത്ത് കൊടുക്കാനും വേണ്ടി ഈ മൗലവിമാര് ജൂതന്മാർക്ക് വേണ്ടി ചെയ്ത പരിപാടി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു മുസ്ലിമീങ്ങളെ. മർക്കസു സഖാഫത്തി സുന്നിയ നമ്മുടെ മർക്കസാണെങ്കിൽ മർക്കസു തർബിയത്തിൽ ഇസ്ലാമിയ, അതിന്റെ പ്രസിഡന്റാണ് ശിഹാബ് തങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ ശിഹാബ് തങ്ങളെ സമസ്തയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഈ സമസ്തക്കാര് മുഴുവനും ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? ആ മർക്കസു തർബിയത്തിൽ ഇസ്ലാമി എന്ന സമസ്തയുടെ അപ്പുറത്തെ സമസ്തയുടെ ആ സ്ഥാപനവും
അതിന്റെ പുറമേ വടക്കേ ഇന്ത്യയിൽ ചിലരൊക്കെ പോയിട്ട് കബറിന്റെ അടുക്കെന്ന് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളും കൂട്ടിക്കിണക്കി എന്നിട്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെടുത്ത് ആരെങ്കിലും വന്നാൽ ദിക്ർ എഴുതി കൊടുക്കലുണ്ട്. ശിഹാബ് തങ്ങളെ മക്കളും അത് ചെയ്യാറുണ്ട്. അങ്ങനെ എഴുതി കൊടുക്കുന്നത് കാണിച്ചിട്ട് പറയാണ്, ഇതാ ഇയാളാണ് ഇതിന്റെ നേതാവ്, ഇയാളാ പ്രസിഡന്റ്, ഇവർക്ക് സമസ്ത കേരള ജമിയത്ത് സാധനമുണ്ട്, ശിർക്ക് ഇങ്ങനെ വിതരണം ചെയ്യാണ്, അതുകൊണ്ട് മുശരിക്കാണെന്ന് പഠിപ്പിക്കാൻ ഈ മൗലവിമാർ ചെയ്ത തോന്നിവാസം നിങ്ങൾ നേരിട്ടൊന്ന് കേട്ടോളൂ, മനസ്സിലാക്കൂ സഹോദരന്മാരെ, ലോകമൊട്ടാകെ. എന്നിട്ട് പറയും ഇയാൾ വലിയ രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അറബിയൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ സംഘടന പ്രസിദ്ധീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് തെമ്മാടിത്തമല്ലേ? അതൊന്ന് വെച്ച് കാണിക്കുമോനെ, എന്നിട്ട് പറയാ. ومن هذه المراكز البدعية في منطقة ملابورم مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء، أكبر جمعية العلماء المسلمين المبتدعين. وهذه الجمعية هي التي تدير كثيرا من الأضرحة باسم الرجال أو النساء الأموات الذين ليس لهم بالدين علاقة إلا أوهام مزعومة في مواليدهم ومناقبهم. وتجري تلك الأضرحة أدعية وصلوات وأذكار واستغاثة لغير الله تعالى. وبأموال هذه الأضرحة تدار المدارس والكليات والمعاهد والمساجد. وخريج هذه المعاهد كلهم أو جلهم سيصيرون دعاة إلى البدع والشرك. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാവരും അല്ലെങ്കിൽ ഏകദേശവും ശിർക്കിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന കക്ഷികളായിരിക്കും. സുന്നികളെ സ്ഥാപനത്തിന് 5 പൈസ കിട്ടാതിരിക്കാൻ വേണ്ടി പറയാ. وأعداء لعقيدة أهل السنة والجماعة. وهذه المشاهد كلها مشاهد المقابر والضرائح التي تديرها سمست كيرلا جمعية العلماء. ويعتقدون أن الولي أو الولية يجيبون دعواتهم ويشفون أمراضهم ويخلصونهم من الفقر والآحاد، ويكتسبون أموالا طائلة من داخل البلاد وخارجها باسم المدارس والكليات واللاحقة بهذه الضرائح. ونرى في بوابة المركز الإسلامي في مامرا أيضا ضريحا صغيرا باسم ولي غير مغروف، وهذه القناديل وأكياس الحبوب نذور. حتى إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة. ഈ മർക്കസിന്റെ പ്രസിഡന്റ് من دعاة الطقوس الباطلة, തെറ്റായ ബാത്തിലായ ആശയത്തിന്റെ പ്രബോധകന്മാരിൽ ഒരാളാണ്. ഇസ്ലാഹി സെന്റർ എഴുതിയച്ചുണ്ടോ? ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദ ഇത് പുറത്തിറക്കിയത്. വരട്ടെ, തങ്ങളെ വീട്. يأتي الناس إلى منزله للتبرك ولشراء التمائم والتبلة. അള്ളാന്റെ റസൂല് വിരോധിച്ച തമായിമ് തിവലത്ത് എന്ന് പറയുന്ന, ഞാനത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അവിശ്വാസികളായ ആളുകൾ അവരുടെ പൂജ നടത്തിക്കൊടുക്കുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെയുള്ള കല്ലുകൾ, അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പലരും വരികയാണ്, എന്നിട്ട് കൊടുക്കുകയാണ് എന്നൊരു അധിക്രതി കൊടുക്കുന്നത് കാണിച്ചിട്ട്. وإنه وأسرته من أنصار البدع والخرافات في ربوع كيرلا. അദ്ദേഹത്തിന്റെ കുടുംബവും ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് കേരളയിൽ. مع أنه سياسي معروف. അദ്ദേഹം അറിയപ്പെട്ട രാഷ്ട്രീയക്കാരനായതോടുകൂടെ കാണിക്കുക. തങ്ങളെ മക്കൾ വരുന്നുണ്ട്. തങ്ങളെ മക്കള് എന്ന് പറഞ്ഞാല് ശിഹാബ് തങ്ങളെ കാലശേഷവും ആ കുടുംബം വിദേശത്ത് അറബികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി അതാ ശിഹാബ് തങ്ങൾ ദ്വാർക്കുന്നത്, കാര്യമായിട്ട് ദ്വാരല്ല പറ്റാത്തത്. സൂപ്പി സാഹിബ്, അത് നരകത്ത് സൂപ്പി അയാളെയും കൊടുക്കണമെന്നുണ്ടോ? അതാര ബഷീർ തങ്ങളാ? പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ
നേതാക്കളെയും മുസ്ലിം നേതാക്കളെയും ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, വിദേശ രാജ്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഗൂഢമായ ശ്രമം. എന്നാ മൗലവി ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്, ഖുർആനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പിന്നെ നോക്കിക്കാൻ പറ്റൂല, ഉടനെ പൊയ്ക്കൊള്ളും. ആര് വിളിച്ചാ മൗലവി? യഹൂദികളെ ചാരന്മാർ വന്ന് ഖുർആനിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ഇമാമങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് പോകാനോ? അതിനാ നിങ്ങൾ ഇവിടെ വന്നത്? അതൊന്ന് കേൾപ്പിച്ചതാ, അയാളെ പറയുന്നൊന്ന് കേൾപ്പിച്ചു കൊടുത്താ. അള്ളാന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതിക്കേൽപ്പിച്ചില്ലേ വരായത്ത്, മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ആ നിലക്കുള്ള ക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവരുടെ നയനിലപാട് എന്താണ്? അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ. അപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്നത് കേട്ടാൽ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരം ചെയ്തോളൂ. ആര് വിളിച്ചാ മൗലവി? ചോദിക്കട്ടെ, ഈ ബൈബിളിന്റെ ആള് വിളിച്ചത് ഖുർആനിലേക്കല്ലേ? അയാൾ ഓതിയത് ഖുർആനല്ലേ? എഴുതിയത് ഖുർആനല്ലേ? പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്തതല്ലേ മൗലവി? അങ്ങനെ ഏത് ദുർവ്യാഖ്യാനക്കാരൻ വന്നിട്ട് ഖുർആൻ ഓതിയിട്ട് അർത്ഥം വെച്ചാലും ഉടനെ തന്നെ അതാ വിളി കേട്ട് ഉത്തരം ചെയ്യണമെന്നാണോ ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല അല്ല. ഇനി അങ്ങനെയാണെന്നാണ് മൗലവിയുടെ വാദമെങ്കിൽ, മൗലവി, ഞാൻ ഈ വായിച്ച ബൈബിളിന്റെ പരിശുദ്ധി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചിട്ട് ഖുർആനിലെ ആയത്തല്ലേ എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യന് ക്രിസ്ത്യാനിയാകാമോ മൗലവി? ഉടനെ പറയണം മറുപടി. ഇനിയും ചോദിക്കട്ടെ, ഈ മൗലവിമാരെ പോലെയുള്ള കക്ഷികളെ പ്രസംഗം കേട്ടിട്ട് ചിലര് ക്രിസ്ത്യാനി ആയിപ്പോയി കേട്ടോ. കാരണം ഖുർആനും സുന്നത്തിലേക്കും വരൂന്ന് പറഞ്ഞാൽ ഉടനെ കേട്ടു പോണോന്നല്ലേ? അങ്ങനെ ഇത് വായിച്ച് ക്രിസ്ത്യാനിയായി ഒരു ചങ്ങാതി, അതാണ് സുൽത്താൻ മുഹമ്മദ് പോൾ. സുൽത്താൻ മുഹമ്മദ് പോൾ, ഇവന്റെ പുസ്തകത്തിന്റെ പേരെന്താ? ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി, ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്നിട്ട് ഇറങ്ങുന്നില്ലേ? അതിന്റെ വേറൊരു പതിപ്പ്, ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായി. അവൻ പറയാണ് ഖുർആൻ പറയുന്നത് ക്രിസ്ത്യാനിയാകണമെന്നാണ്, ഖുർആൻ പറയുന്നത് ക്രിസ്ത്യാനിയാകണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അയാളോ വെല്ലുവിളിക്ക് കുറവുണ്ടാ? അവൻ വെല്ലുവിളിക്കാൻ. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഉത്തരം നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ മേൽവിലാസം വിശദമായി അകത്തും പുറത്തും എഴുതാൻ മറക്കാതിരിക്കുക. മറുപടി പറയാൻ റെഡി, മറുപടി പറയാൻ റെഡി. ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് മൗലവിമാർ ഓതിക്കൊടുത്തു. ആ ദുർവ്യാഖ്യാനം കേട്ട് സുൽത്താൻ മുഹമ്മദ് പോളായി കേട്ടോ. ഓ മുസ്ലിമേ, ഖുർആനിലേക്ക് ക്ഷണിച്ചാൽ അപ്പം തന്നെ അങ്ങ് പോകണമെന്നല്ലേ മൗലവിയുടെ വാദം? മൗലവിക്ക് എന്തൊക്കെ കുതന്ത്രങ്ങളാണെന്നറിയോ? മൗലവി പറയുന്നു നമ്മളെ പരമ്പര യഹൂദി പരമ്പരയാണോ? ഞാനിവിടുന്ന് പരമ്പര വായിച്ചു. ഞാൻ മുതൽക്ക് അൽഹംദുലില്ലാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ വായിച്ചു. ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കെ സദഖുള്ള മുസ്ലിയാർ, ഇ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ കാങ്ങാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ, അവരൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരിൽ ഇജാസത്ത് വാങ്ങിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഹിജ്റ 1299 ജനിച്ച് 1385 മരണപ്പെട്ടു. മഹാനവറുകളുടെ ഗുരുവര്യരാണ് കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടി. 1338 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. 1322 വഫാത്തായി. മഹാനവറുകളാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. മഹാനവറുകളുടെ ഉസ്താദാണ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ. 1207 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് സൈനുദ്ദീൻ റംലി.
സൈനുദ്ദീൻ മഖ്ദൂം അൽ അഖീർ, അവർ രണ്ടുപേരും ഒരാൾ 1309-ലും 1305-ലുമായി ഓരോരുത്തരും വഫാത്തായി. അവരുടെ ഉസ്താദാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. 1273-ൽ വഫാത്തായി. ഉമർ ഖാദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് എത്രയോ ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ചൊല്ലിയതും. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് ഖബറിന്റെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയപ്പോൾ അവിടെ വെച്ച് വാതിൽ തുറന്നതും ഒക്കെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകളുടെ ഉസ്താദാണ് മമ്മിക്കുട്ടി ഖാദി. 1217-ൽ വഫാത്തായി. അവരുടെ ഉസ്താദാണ് അലി ഹസൻ അൽ അവൽ മഖ്ദൂം. 1200-ൽ വഫാത്തായി. മഹാനവറുടെ ഉസ്താദ് ശൈഖ് അഹ്മദ് അവൽ മഖ്ദൂം 1179. ഇനി അങ്ങോട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, ഒരു പരമ്പര മാത്രം ഇപ്പോൾ വായിക്കുകയാണ്. നമുക്ക് മറുവശത്തിലുള്ള പരമ്പരയും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട്. അഡ്രസ് ഉണ്ടോ എന്നൊന്ന് നോക്കണല്ലോ ദീന് പറയുമ്പോ. സഹോദരന്മാരെ, ഖാജ അഹ്മദ് മഖ്ദൂം 1160, നൂറുദ്ദീൻ മഖ്ദൂം 1153, മഖ്ദൂം അബ്ദുൽ അസീസ് ഖാലിഫ് 1130, അബ്ദുറഹ്മാൻ മഖ്ദൂം 1110, ഉസ്മാൻ മഖ്ദൂം 1077, അബ്ദുറഹ്മാൻ മഖ്ദൂം 1029, അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം 1028. ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫാണ്. മഹാനവറുകളെ ഗുരുവര്യരാണ്. ഖാതിമത്തുൽ മുഹഖ്ഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. 973 മഹാനവറുകളെ ഗുരുവര്യരാണ്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു 926. മഹാനവറുകളെ ഉസ്താദാണ് ഇമാം മഹല്ലി 864. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി എഴുതിയ പരിശുദ്ധ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉസ്താദ. ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത ഓരോ ഗ്രന്ഥങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനവറുകളുടെ ഗുരുവര്യരാണ് അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി. ഇമാം മഹല്ലിയുടെ ഉസ്താദാണ്. അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി അവരുടെ ഗുരുവര്യരാണ്. മഹാനവറുകൾ അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി 826, അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി 806, അലാഉദ്ദീൻ ഇബ്നു ഇബ്രാഹിം അൽ അഥാ 734-ൽ വഫാത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകളെ ഉസ്താദാണ് അൽ ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവാവി റഹ്മത്തുള്ളാഹി അലൈഹി 676. മഹാനവറുകളെ ഉസ്താദാണ് സുല്ലാർ ഇബ്നു ഹസൻ അൽ ഇർബലി 670. മഹാനവറുകളെ ഗുരുവര്യർ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് 667. അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി മഹാനവർ ഗുരുവര്യരാണ് 665. മഹാനവറുകളെ ഉസ്താദാണ് ഇമാം അബ്ദുൽ കരീം റാഫിഈ 623. മഹാനവറുകളെ ഉസ്താദാണ് സ്വന്തം പിതാവായ അബുൽ ഫദ്ൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം റാഫിഈ. മഹാനവറുകൾ 580. മുഹമ്മദ് ഇബ്നു യഹ്യ അൻ-നൈസാബൂരി മഹാനവറുകളെ ഉസ്താദാണ് 549. ബഹുമാനപ്പെട്ടവരെ ഗുരുവര്യരാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി 505. മഹാനവറുകൾ ഗുരുവര്യരാണ് ഇമാമുൽ ഹറമൈനി 478. മഹാനവറുകളുടെ ഗുരു അബൂ മുഹമ്മദ് അൽ ജുവൈനി 438. മഹാനവറുകളുടെ ഉസ്താദ് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു അൽ ഖഫാൽ 417. മഹാനവറുകളുടെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ മർവസിൽ കബീർ 340. അവരുടെ ഉസ്താദ് അബുൽ അബ്ബാസ് അഹ്മദ് അൽ ബഗ്ദാദി 306. മഹാനവറുകളുടെ ഉസ്താദാണ് അബുൽ ഖാസിം ഉസ്മാനുൽ അൻമാത്തി 288. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ മുസനി അബൂ ഇബ്രാഹിം ഇസ്മായിൽ ഇബ്നു യഹ്യ 264. മഹാനവറുകളുടെ ഗുരുവര്യരാണ് അൽ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 204-ൽ വഫാത്ത്. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 179. മഹാനവറുകളുടെ ഉസ്താദാണ് നാഫി മൗല ഇബ്നു ഉമർ 117. മഹാനവറുകളുടെ ഉസ്താദാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 73-ൽ വഫാത്താണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ പരമ്പര മുറിഞ്ഞു പോകാതെ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വരെയും
അതിനുശേഷം നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ, കീഴ ഉസ്താദ്, കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, ഒക്കെ ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ ആലിമീങ്ങൾ, അവർ മുഖേന നമ്മുടെ ഉസ്താദുമാർക്ക് ലഭിക്കുകയും ആ ഉസ്താദുമാര് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇത് വ്യക്തമായ അഡ്രസ് സഹിതമാണ് പറയുന്നത്. എന്റെ പരമ്പര ഞാൻ വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഒന്ന്, അവിടുന്ന് അങ്ങോട്ട് പോയാൽ സഹോദരന്മാര് 44ാമത്തെ ഗുരുവര്യരാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടുത്തെയും കൂടി അതാ ഗുരുവര്യരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കാന്തപുരം ഉസ്താദുണ്ട്, ഓക്കെ ഉസ്താദുണ്ട്, കെ കെ സദഖത്തുൽ മുസ്ലിയാരുണ്ട്, ഖുത്ബി ഉസ്താദുണ്ട്, അങ്ങനെ അങ്ങോട്ട് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ട്. അതിന്റെ ശേഷം അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിലുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചു. എന്നാൽ അങ്ങനെ വായിച്ച് റസൂലുള്ളവരെ വായിച്ചു. ഇതേത് ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും വായിക്കാൻ കഴിയും, സനദ് അവരെ കയ്യിലുണ്ടെങ്കിൽ. സനദ് പറഞ്ഞാൽ അത് മാത്രം കയ്യിലുള്ളതുകൊണ്ട് കാര്യമാവില്ല കേട്ടോ. ചിലര് ഒരു കടലാസ് വാങ്ങിയിട്ട് പറമ്പന്റെ അടുത്തുണ്ട് എന്ന് വിചാരിക്കത്. ആധാരം കയ്യിലുള്ളത് കൊണ്ട് പറമ്പുണ്ടായിക്കൊള്ളോന്നില്ല. ആധാരവും വേണം, പറമ്പ് കൈവശവും വേണം. ചിലർ സഖാഫിയാണ് പറയും. സഖാഫിയാണ് തന്നെ പറയാ. സഖാഫി ആശയുണ്ടെങ്കിലേ സഖാഫിയാവുള്ളൂ, അല്ലാത്ത സഖാഫിയല്ല. ആധാരം എന്റെ കയ്യിലുണ്ട്. പഴയ കാലത്തൊക്കെ എത്ര വലിയ വലിയ ആധാരമുണ്ട് ചില മുതലാളിമാരെ കയ്യിൽ, പക്ഷെ കൈവശമില്ല. അതൊക്കെ ജമ്മി കുടിയാൻ കൈവശത്തിൽ വേറെ പോയി. അതുകൊണ്ട് കാര്യമില്ല, അത് കൊണ്ടുപോയി കത്തിക്കാനേ പറ്റുള്ളൂ. ആശയുണ്ടാവണം. ഇരിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, മൗലവി അതിന് മറുപടി പറയാൻ വന്നിട്ട് പറയാണ്, ഇവരെ പാരമ്പര്യം തന്നെ യഹൂദികളുടെ പാരമ്പര്യമാണ്. അതിൽ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കണേ. മൗലവി ഒരു പുതിയ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതറിയോ? അള്ളാന്റെ ഖുർആന് പിന്നീട് യഹൂദികൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു അവസരം വേണമല്ലോ. അതിനുവേണ്ടി മൗലവി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഖുർആനിൽ മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു എന്നാ. മൗലവി ഒന്നും കൂടി കൂട്ടി, ഖുർആനിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ എന്തായി? ക്രിസ്ത്യാനികളെ ബൈബിൾ പോലെ തന്നെ നമ്മളും ആയല്ലോ. അത് വരുത്തി തീർക്കലാണ് ആവശ്യം. എന്ത്? ഖുർആനിൽ മുഫസ്സിറുകൾ പറയുന്നു എന്ന് പറയും. എന്നിട്ട് എന്താ പറയുന്ന ആശയം? നമ്മൾ ജൂതന്മാരുടെ പരമ്പരയിലാണ് സുന്നികളെ, കാരണം സാദുലി റാത്തീബ് ചൊല്ലുന്നു. അവിടെ നമ്മൾ ജൂതന്മാരെ പരമ്പരയിലാണ്. ഇതാണ് മൗലവി പറഞ്ഞ ആശയം. ഞാൻ വെറുതെ പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോളൂ. നിങ്ങളിങ്ങനെ ഓരോരുത്തരെ കെട്ടിക്കൂട്ടിയുണ്ടെങ്കിൽ ഈ പാരമ്പര്യം എത്തുന്നത് ജൂതായിസത്തിലേക്കാണ് കേട്ടോ. അതിന്റെ സന്തതികളായ ഷിയായിസത്തിലേക്ക് തന്നെ. ഏറ്റവും ഇതിന്റെ അടിസ്ഥാനം ചിന്തിച്ചു നോക്കിയാൽ ചില മുഫസ്സിരീങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നത് കാണാം. ആദ്യമായിട്ട് ഇങ്ങനെ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് തുള്ളല് തുടങ്ങിയ സാമിരി എന്ന് പറയുന്ന ദുഷ്ടനിലേക്ക്, അവനിലേക്കല്ലേ ഇതിന്റെ പാരമ്പര്യം എത്തുന്നത്. ഖുർആനിൽ മുഫസ്സിറുകൾ പറയോ? നാദാപുരത്തുള്ള ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുഫസ്സിറുകൾ ഖുർആനിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഖുർആനിൽ മുഫസ്സിറുകളുടെ കൗലുകളുണ്ടോ? കാരണം മൂപ്പർക്കൊരു പ്രശ്നമുണ്ട്. അല്ലയോ റസൂലോ പറയാത്ത തെളിവാവൂലെന്ന് ആദ്യം പറഞ്ഞുപോയി. അപ്പൊ പിന്നെന്താകണം? ഖുർആനിൽ പറയണം മുഫസ്സിർ. ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ. അതിന് മൂപ്പരൊന്നതാ അട്ടിമറിച്ചതാണ്. ഖുർആനിൽ മുഫസ്സിർ പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം യഹൂദികളെ തൃപ്തിപ്പെടുത്തലാണ്, അള്ളാന്റെ ഖുർആനെ ചോദ്യം ചെയ്യാൻ വകുപ്പുണ്ടാക്കലാണ്. ഓ മുസ്ലിമീങ്ങളെ, നമ്മളല്ല ജൂദായിസത്തിലേക്ക് പോയത്, നമ്മളല്ല ശിയാക്കളിലേക്ക് പോയത്. അത് പോയത് അപ്പുറത്തുള്ളവര് തന്നെ. എന്തിനാ നമ്മൾ ജൂദായിസത്തിൽ പോയി എന്ന് പറഞ്ഞത്? മൂപ്പര് സാദുലി റാത്തീബ് ഒന്ന് കാണിച്ചിവിടെ. ഞാൻ ആ സാദുലി റാത്തീബൊക്കെ മൂപ്പര് കാണിക്കുമ്പോൾ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അങ്ങ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതിന് ഇപ്പോഴത്തെ പ്രസംഗം നടത്തിയെങ്ങനെ അറിയാം നിങ്ങൾ? സ്റ്റേജിന്റെ ഭാഗത്ത് പർദ്ദ, സാധാരണ പെണ്ണുങ്ങൾ പർദ്ദ ഇരിക്കലുണ്ട്. ഇതെങ്ങനെ അറിയോ? മൗലവിക്ക് പർദ്ദ. ഇങ്ങനെ പർദ്ദ സ്റ്റേജിന്റെ തൊട്ട് ഭാഗം ഫുള്ളായിട്ട് അങ്ങ് മറച്ചളിഞ്ഞു, വലിയ മറ. എന്തിന്? കാരണം നമ്മൾ പിടിച്ചെടുക്കുന്നത് പേടിച്ചിട്ട്. ഇത്ര ധൈര്യമില്ലാത്ത ഈ പണിക്ക് വരണോ?
ഇത്ര ധൈര്യമില്ലാത്തവർ ഇങ്ങോട്ട് വരണ്ടീനോ ഈ പണിക്ക്? നമ്മൾ പിടിച്ചെടുക്കുന്നത് പേടിച്ചിട്ട് എന്റെ മറച്ചു വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ കാണിച്ചു തന്ന ഷാദുൽ റാത്തീബ് ഇപ്പൊ കാണിച്ചു തരാൻ എന്റെ അടുത്ത് വകുപ്പില്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ CD കയറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട്, വേറെ മൂപ്പര റാത്തീബ് കാണിക്കുന്നുണ്ട്. ഞാൻ ഷാദുൽ റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് ഷാദുൽ റാത്തീബ് ചൊല്ലുന്നവർ ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബർ ഈജിപ്തിലാണ്. വിനീതരായ എനിക്ക് അല്ലാഹു തആല അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ചിയ്യൂർ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ കടുത്ത ശ്വാസം മുട്ടായിരുന്നു. എന്റെ ബാപ്പക്കും അതുണ്ടായിരുന്നു. കിതാബ് ഓതിപ്പടിക്കുമ്പോൾ രാത്രി 1 മണി 1:30 മണി സമയത്ത് ഞാൻ ഉറക്കമൊഴിച്ച് കിതാബ് ഇങ്ങനെ പഠിക്കും. ആ സമയത്ത് ഉസ്താദ് കണ്ടു, എനിക്ക് ശ്വാസം മുട്ടുന്നത് കണ്ടു. അപ്പോൾ എന്റെ മരണപ്പെട്ടു പോയ തുർമുദി ഉസ്താദ് അവർകൾ എന്നോട് പറഞ്ഞു, നീ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്ന ആ ദിക്ർ അസറിന്റെ ശേഷം ചൊല്ലണം. അൽഹംദുലില്ലാഹ് ഞാൻ ആ ദിക്ർ ചൊല്ലി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ രോഗം മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ ചെന്നപ്പോൾ കൈറോവിൽ നിന്ന് 1000-ഓളം കിലോമീറ്റർ പോകണമെങ്കിലും ഞാൻ അവിടെ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റുകൾ, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട്. അതേപോലെ ചൊല്ലുന്നവർ ഉണ്ട്. ദിക്റിൽ ലയിച്ച് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും. അങ്ങനെ ആടിപ്പോകുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിനും ഉണ്ടായിരുന്നുവെന്ന് അതാ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഫുളൈൽ ഇബ്നു അബ്ബാസ് അന്നഹു ഖാൽ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്കറുല്ലാഹ തമായലു യമീനൻ വശിമാലൻ കമാ യതമായലു അശ്ശജറു ഫിർരീഹിൽ ആസിഫി. അടിച്ചു വീശുന്ന കാറ്റിൽ മരം ചായുന്നത് പോലെ അതാ സഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോകാറുണ്ടെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആടുക എന്ന പതിവ് അങ്ങനെ നിലനിന്ന് വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, തമാശക്ക് വേണ്ടി ഊക്ക് നോക്കാൻ വേണ്ടി പോകുന്ന ആട്ടമല്ല, ഊക്ക് നോക്കാൻ വേണ്ടിയുള്ള തമ്മാടിത്തത്തിന്റെ ആട്ടമല്ല. ദിക്ർ ചൊല്ലുന്ന സമയത്ത് ആടുകയാണ്. നമ്മൾ തേങ്ങ ചുരണ്ടുന്ന സമയത്ത് തലകുലുങ്ങും. അതങ്ങനെ കുലുങ്ങിക്കൊണ്ടല്ലാതെ തേങ്ങ ചുരണ്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഔലിയാക്കള് അവരാ ദിക്റിൽ ഇങ്ങനെ ലയിക്കുമ്പോ അവരിങ്ങനെ ശരീരം കൊണ്ട് ആടി ദിക്ർ വരും. അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? മൗലവിയുടെ വാദം അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം ഹറാമാണെന്നോ ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാൻ മൗലവിക്ക് അധികാരമുണ്ടോ? മൗലവി അല്ലാഹു ആണോ? മൗലവി അല്ലാഹുവിന്റെ റസൂലാണോ? ഏത് വിധത്തിലാണ് ഇവർ ശിർക്കാണെന്ന് പറയുന്നത്? തെളിവ് വേണ്ടേ? തെളിവില്ലാതെ ഒരു കാര്യം ശിർക്കാണെന്നോ കുഫ്റാണെന്നോ ഹറാമാണെന്നോ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം ഉള്ളത്? പരിശുദ്ധ ഖുർആനിലുണ്ടോ ദിക്ർ ചൊല്ലുമ്പോൾ പാടുന്നത് ഹറാമാണെന്ന്? ഖുർആനിലുണ്ടോ? എന്നാ ആയത്ത് കേൾക്കട്ടെ. ഹദീസിലുണ്ടോ? എന്നാ ഹദീസ് കേൾക്കട്ടെ. മൗലവി അങ്ങ് പറഞ്ഞാൽ മതിയോ? മൗലവി അങ്ങ് പറഞ്ഞാൽ അതുണ്ട്. പാതിരി പറഞ്ഞാൽ മതമാകുന്ന കമ്പനി ഉണ്ട്. ഞങ്ങൾ അങ്ങനല്ല. തെളിവുണ്ടോ? മൗലവി ഹറാമാണെന്ന് പറഞ്ഞാൽ മതിയോ? അതിന് തെളിവുണ്ടോ? ഇങ്ങനെ കാണുന്നതൊക്കെ ഹറാമാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. ആ ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖുർആനിൽ അല്ലാഹു പറയുന്നത് യഹൂദികളെ ഏർപ്പാടാണ്. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ.
റാത്തീബ് ഹറാമാക്കുന്ന മുജാഹിദ് മൗലവിമാരെ, റാത്തീബിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോയാൽ അത് കടുത്ത ഹറാമാണെന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളെ നെഞ്ഞത്തേക്കല്ലേ ഖുർആനിന്റെ ചോദ്യം, ഖുർആനിന്റെ നിർദ്ദേശം. വലാ തഖൂലു, നിങ്ങൾ പറയല്ല ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറയല്ല. ഹാദാ ഹലാൽ, ഇത് ഹലാലാണ്, വഹാദാ ഹറാം, ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം പറയല്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാന്റെ പേരിൽ കള്ളം പറയല്ല. ഒരു ഹറാമും ഹലാലൊക്കെ അള്ളാക്കിയാലേ ആവുള്ളൂ, നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ഒരൊറ്റ മൗലവിയും വിജയിക്കൂല കേട്ടോ, ഒരാളും വിജയിക്കൂല കേട്ടോ. അല്ലെങ്കിൽ മൗലവി കൊണ്ടുവാ, സെനതോടെ കൊണ്ടുവാ, റാത്തീബ് ചൊല്ലുമ്പോൾ ആടിയാലെ ഹറാമാണെന്നതിന് ഹദീസ് കൊണ്ടുവാ, ഖുർആൻ ആയത്ത് കൊണ്ടുവാ. ഇല്ലല്ലോ, പിന്നെ എന്തിനെ കൊണ്ടുവന്ന് കാണിച്ചത് സാദുൽ റാത്തീബ്? സാദുൽ റാത്തീബിന് ആടുന്നു ഇത് മൂപ്പര് ചോദിക്കാണ്. സാദുൽ റാത്തീബിന് ആടുന്നതിന് സെനതുണ്ടോ മുസ്ലിയാരെ? നിന്നോട് ഇങ്ങോട്ട് ചോദ്യം. ആടണ്ടാന്നുള്ളതിന് സെനതെവിടെ മുസ്ലിം മൗലവി? ആടിക്കൂടാന്നുള്ളതിന്റെ സെനതെവിടെ? അതാ ഹറാമെന്ന് പറഞ്ഞ തെളിവ് വേണ്ടേ മൗലവി? നേരെ മറിച്ച് ഒരു അനുവദനീയമായ കാര്യം അതിനെന്തിനു തെളിവ്? ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഇങ്ങനെയൊക്കെ കൈയോടൊക്കെ കാണിക്കുന്നു, അതിനൊക്കെ ഖുർആനിൽ തെളിവ് വേണോ? അതിനൊക്കെ സെനത് വേണോ? ഇവിടുന്നാണ് ഇവരൊക്കെ ഇസ്ലാം മതം പഠിച്ചത്? ഏറ്റവും മുൻഗാമികളായ മുഴുവൻ ആളുകളും യഹൂദികളാണ് എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ട്